ഏത് നടുവിന് താഴെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി വിളിച്ചു വരുത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യാമെന്നല്ലേ? നമ്മൾ മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും സ്നേഹം കാണിക്കണമെന്നുള്ള ഒരു ഉദാഹരണമാണ്. വൈക്കർ സ്കൂൾ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ശോഭ ടീച്ചർ. അപ്പോൾ ശോഭ ടീച്ചറും എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ ശിവ ടീച്ചറുണ്ട്. ഫ്രണ്ട്സ്, ഞാനിന്ന് വൈക്കർ സ്കൂളിൻ്റെ അടുത്താണുള്ളത്. അത് നമ്മളെ വൈക്കരയുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാ മൊബൈൽ വെറ്റിനറി ക്ലിനിക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ 2 കാലും തളർന്ന, ബാക്ക് സൈഡിൽ കാലും തളർന്ന ഒരു നായ ഉണ്ടായിരുന്നു. ആ നായിനെ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. വളരെ ഗുരുതരാവസ്ഥയിലുള്ളൊരു നായാണിത്. അപ്പോൾ ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ വിജേഷ് ചേട്ടനും അതേപോലെ തന്നെ ടീച്ചേഴ്സെല്ലാം ഉണ്ട്. നമ്മൾ വൈക്കർ സ്കൂളിൽ 2 ടീച്ചർമാരാണ്. ടീച്ചറെ ഇന്ന് 2 വാക്ക് പറയാം. എന്നാണ് ടീച്ചറല്ലേ ഇതിനെ വിളിച്ചു വരുത്തിയത്? ഇവരാ ആണല്ലേ? 2 ആളും കൂടിയിട്ട്. അപ്പോൾ എന്നാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ കണ്ടിട്ടാണോ ടീച്ചർ വിളിച്ചത്? റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒട്ടും നടക്കാൻ പറ്റിയ 2 കാലും. അതെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരവസ്ഥ കണ്ടുകൊണ്ട് വിളിച്ചതാണ്. ആണല്ലേ? അപ്പോൾ ടീച്ചറിൽ ഇതിനെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടു. അപ്പോൾ തിരുനായ്ക്കളോടുള്ള ഒരു സ്നേഹം അല്ലേ? ദയനീയാവസ്ഥ കണ്ടുകൊണ്ടാ നടക്കാൻ പറ്റാതെ. അതാണ് നമ്മൾ മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും സ്നേഹം കാണിക്കണമെന്നുള്ള ഒരു ഉദാഹരണമാണ്. വൈക്കർ സ്കൂൾ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ശോഭ ടീച്ചർ. അപ്പോൾ ശോഭ ടീച്ചറും എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ ശിവ ടീച്ചറുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഇല്ലാന്ന് 2 ആളുണ്ട്. ഇവരാന്ന് വിളിച്ചു പറഞ്ഞത്. പിന്നെ നമ്മൾ റിയൽ വർക്ക്ഷോപ്പിലെ വിജയ് ചേട്ടനുണ്ട്. വിജയ് ചേട്ടാ, എന്തെല്ലാം അതിൻ്റെ ഗുരുതരാവസ്ഥയാണല്ലോ നായിക്ക്? ആണല്ലേ? ഓക്കെ. അപ്പോൾ കാല് 2ഉം ഡാമേജ് ആയിട്ടല്ലേ? ഏത് നടുവിന് താഴെ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി വിളിച്ചു വരുത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യാമെന്നല്ലേ? എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു മനസ്സ് വരണമെന്നില്ല. സാധാരണ ഇങ്ങനത്തെ ഒരു തെരുവുനായ്ക്ക് എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിച്ചാൽ എല്ലാവരും അതിനെ മൈൻഡ് ചെയ്യില്ല. വല്ല വണ്ടി ഇടിച്ചിട്ട് ആക്സിഡൻ്റ് ആയിട്ട് അത് പോവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിൻ്റെ സംഘാംഗങ്ങൾ ഉണ്ട്. ഡോക്ടറിലാണ് നോക്കുന്നത് വിദഗ്ധമായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ എൻ്റെ പതിവ് ജോലിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന സമയത്താണ് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു സംഭവം കാണുന്നത്. അങ്ങനെ ഞാൻ ഈ സംഭവം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിച്ച സമയത്താണ് ഈ നായിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു വലിയ കഥ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഏകദേശം ഒരു 1.5 മാസം മുന്നെയാണ് ഈ ഒരു നായി റോട്ടുമ്മൽ ആക്സിഡൻ്റ് ആയിട്ട് കിടന്നത്. അതിനുശേഷം ഇതിൻ്റെ അരക്ക് താഴേക്ക് തളർന്നു പോയി സമയത്ത് തന്നെ ഇതിന് ഭക്ഷണം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. 2 കൈകളും കുത്തിയിട്ടാണ് ഈ നായി കാല് വലിച്ച് നടക്കുന്നത്. ആ വലിച്ച് നടന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ 2 മുട്ടും തഴഞ്ഞ് ബ്ലഡ് വരലൊരു പതിവായി. അതുകൂടാണ്ട് ഈ ബ്ലഡ് വന്നിട്ട് ഇൻഫെക്ഷനായിട്ട് ഈ നായിൻ്റെ കാല് 2ഉം പുഴുക്കാൻ വേണ്ടിയിട്ടുള്ളൊരവസ്ഥയിൽ വരെ എത്തി. എന്നിട്ട് ഇതിന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിൽ എല്ലാവരും ആട്ടി ഓടിക്കുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്ന സമയത്താണ് ഈ വർക്ക്ഷോപ്പിലെ വിജയ് ചേട്ടനും അതേപോലെ തന്നെ നമ്മളുടെ വൈക്കർ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഈ ശോഭ ടീച്ചർ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറാണ്. പിന്നെ അതേപോലെ തന്നെ ഷീബ ടീച്ചർ പിന്നെ നമ്മളെ സ്കൂളിൽ തന്നെയാണ്, വൈക്കർ സ്കൂളിൽ തന്നെയാണ്. ഇവർ പിന്നെ ഈ നായിനെ ഏറ്റെടുത്ത് അതിന് വേണ്ടുന്ന ഭക്ഷണവും മറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തത്. എന്നിരുന്നാലും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഈ ശോഭ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സഹജീവികളോട് അതിൻ്റേതായ ദയ എപ്പോഴും നിങ്ങൾ കാണിക്കണം, അവരും ഭൂമിയിലെ അവകാശികളാണെന്ന് നമ്മളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ടീച്ചർ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പല ആൾക്കാരും ഇത് വർത്തമാനം പറഞ്ഞ് ഒഴിവാക്കലല്ലാണ്ട് പ്രവൃത്തിയിൽ കാണിക്കല്ല. പക്ഷേ ഈ 2-3 ആൾക്കാരും അതേപോലെ തന്നെ കുറച്ച് ചുരുക്കം നാട്ടുകാരും ഈ ഒരു നായ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അഭിനന്ദിക്കാണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണം. ഇങ്ങനെയല്ലാന്ന് ഇതിൻ്റെ സിറ്റുവേഷൻ. അതിനുശേഷമാണ് ഈ ഒരു സംഭവം ഇവർ ഈ നായിനെ ഭേദമാക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിനെ വിളിക്കുന്നതും ആ ടീം വന്നിട്ട് ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളും ചെയ്തതും
അതിനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തത് ഇവർ മൂന്നാളും കൂടിയാണ്. ആ നായിനെ കുളിപ്പിച്ച് അതിൻ്റെ വ്രണങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഈ നായിനെ അവർ സ്വന്തം പിന്നെ വീട്ടിലെ ഒരു അംഗം പോലെ നോക്കി പരിചരിച്ചതും ഇത്രയധികം സംരക്ഷണം കൊടുത്തതും ഭക്ഷണമെല്ലാം കൊടുത്തത് എന്തായാലും അഭിനന്ദിക്കേണ്ട ഒരു കേസ് തന്നെയാണിത്. അപ്പോൾ ഇത് പയ്യന്നൂർ ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ്. ഇത് മൊബൈൽ ഞാൻ പറഞ്ഞ പോലെ വെറ്റിനറി ക്ലിനിക്കാണ്. അപ്പോൾ നമ്മളെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനമാണിത്. ഇതിൻ്റെ ടോൾ ഫ്രീ നമ്പർ പിന്നെ 1962 വരുന്നത്. പിന്നെ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും രണ്ട് പിന്നെ ഇതിലാണ് ഇത് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് മെയിനായിട്ടും ഇതിൻ്റെ ഡോക്ടറും അതേപോലെ തന്നെ ഇവരും പറഞ്ഞ വിവരം അനുസരിച്ചിട്ട് നമ്മളെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കർഷകരും അതേപോലെ തന്നെ കുറച്ച് ദൂരം പെട്ടെന്ന് എന്തെങ്കിലും പിന്നെ അവരുടെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ആട് പിന്നെ കോഴി താറാവ് അങ്ങനെ നമ്മളെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെത്തുന്നതായിരിക്കും. അങ്ങനെ അവർ പോലായി പയ്യന്നൂരേക്ക് അവർ തിരിച്ചു പോലായി. ഇതാണ് വണ്ടി അവരത്. ഇനി അടുത്ത പിന്നെ മൃഗങ്ങൾ എവിടെയുണ്ടോ അവിടെ പോകും. വളർത്തു മൃഗങ്ങളും അല്ലാത്ത മൃഗങ്ങളും എല്ലാം ചികിത്സിക്കുന്നതാണ്. വെറ്റിനറിയാണ്, ഗവൺമെൻറ്റിൻ്റെയാണ് പക്ക. അവർ വിളിച്ചിട്ടാണ് വന്നത്. എന്തായാലും നല്ലൊരു പിന്നെ കാര്യം തന്നെയാണ്. ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ സമൂഹത്തിന് വേണ്ടി ചെയ്യുക. അതിന് നമ്മളെ ഈ റിയൽ വർക്ക്ഷോപ്പിലെ വിജയ് ചേട്ടനും അതേപോലെ തന്നെ വൈക്കര സ്കൂളിലെ ഷീബ ടീച്ചറും അതേപോലെ തന്നെ ശോഭ ടീച്ചറും ഇവരാണ് മെയിനായിട്ട് ഈ സംഭവമെല്ലാം വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെ സ്നേഹിക്കാനുള്ളൊരു നല്ല മനസ്സും കൂടിയുണ്ട്. തെരുവ് നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ കാലും അരയും തളർന്നു പോയിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നൊരു നായിനോട് ഒരിക്കലും നമുക്കാർക്കും ദേഷ്യവും കാര്യങ്ങളൊന്നും വേണ്ട. അതിൻ്റെ ഒരു വലിയ പ്രതീകം തന്നെയാണ് ഇവർ കാണിച്ചു തന്നത്. അതിനുള്ള ആൾക്കാരാണ് ഇതെല്ലാം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടതുകൊണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ. KPG ട്രാവൽ ഷെഫ് എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഈ ഒരു സംഭവം പിന്നെ ഈ ഒരു പിന്നെ മൊബൈൽ വെറ്റിനറി സർവീസ് വേണമെങ്കിൽ നിങ്ങൾ ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി. എന്തായാലും ആർക്കും ഉപകാരപ്പെടും. മെയിനായിട്ട് ഉപകാരപ്പെടുന്ന മലയോരത്തിലെ കർഷകർക്കോ അല്ലെങ്കിൽ എടുത്തിട്ട് പോകാൻ പറ്റാത്ത മൃഗങ്ങളുള്ള സ്ഥലത്തോ ആണ് മെയിനായിട്ട് ഉപകാരപ്പെടൽ. അതും കൂടി ഇതിനപ്പുറം പറയാം. ഓക്കെ, ഗുഡ് ബൈ.